കാരക്കാമുറിയിൽ KSRTCയുടെ സ്ഥലത്ത് ഐവിയിടാൻ പണം കൊടുത്ത് ഏതാണ്ട് 50 ലക്ഷം രൂപ, 2 കോടി രൂപ. KSRTCയിലെ ഒരു എഞ്ചിനീയറുടെ കഴിവുകേട് കൊണ്ട് അത് തകരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അതിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്കായിരുന്നു. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി അവിടെ ഒരു പുതിയ ബസ് സ്റ്റേഷൻ പണിയണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ തരാം എന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ അവിടെ പറഞ്ഞിരുന്നത് കാരക്കാമുറി കിടക്കുന്ന സ്ഥലം സ്മാർട്ട് സിറ്റിക്ക് കൊടുത്താൽ വൈറ്റിലയിൽ കുറച്ച് സ്ഥലം തരാം എന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥലം വെച്ചു മാറാനുള്ള ഒരു പരിപാടിയിലായി. പക്ഷെ എനിക്ക് അത്ര ഒരു പന്തിയായിട്ട് തോന്നിയില്ല. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, സ്ഥലം വെച്ചു മാറണ്ട, ഇവിടെ പണിഞ്ഞോളൂ, പണിയാനുള്ള അനുവാദം തരാം, അവിടുത്തെ സ്ഥലവും നമുക്ക് തരണമെന്നില്ല, വൈറ്റിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് തന്ത്രപര ഒരു തീരുമാനമെടുത്തു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ ബുദ്ധി ദൈവം പറഞ്ഞെന്ന ബുദ്ധിയാണ്. കാരണം എന്താണെന്നറിയാമോ, ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ വകയായിട്ട് അവിടെ ബസ് സ്റ്റേഷൻ ഇല്ല. ഈ സ്ഥലം കൈമാറി കൊടുത്തിരുന്നെങ്കിൽ KSRTCയുടെ കോടാനുകോടി രൂപയുടെ സ്ഥലം അവരെ കയ്യിരിക്കുകയും ചെയ്തതിന് ബസ് സ്റ്റാൻഡ് വരാതിരിക്കുകയും ചെയ്യും. പക്ഷെ ബസ് സ്റ്റാൻഡ് വരും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും ചോദിക്കുന്നു, ഇപ്പോൾ KSUവിന്റെ ഒരു കത്ത് എനിക്ക് തന്നവർ ആ ബസ് സ്റ്റേഷനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ട്രോൾ അടിക്കണം. ബസ് സ്റ്റേഷനിൽ വെള്ളക്കെട്ട് തടയുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടിന് KSRTCയുടെ MD CMDയുടെ പരിശ്രമ ഫലമായിട്ട് MLAയും ഒക്കെ ഇടപെട്ടുകൊണ്ട് നമ്മൾ ഈ BPCL നിന്ന് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ശ്രീ വിനോദ് MLA അദ്ദേഹത്തിന് 65 ലക്ഷം രൂപ അങ്ങനെ 1,65 ലക്ഷം രൂപയ്ക്ക് നിലവിലുള്ള കെട്ടിടത്തിലെ താൽക്കാലികമായ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞുകൊണ്ട് ഒരു സമ്പുണ്ടാക്കിയ സമ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് റെയിൽവേ ട്രാക്കിന് അപ്പുറത്തുള്ള തോട്ടിൽ കൊണ്ട് കളയാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അത് വളരെയധികം പ്രയാസപ്പെട്ടു. അതിന്റെ ഒരു അനുവാദം കിട്ടാനൊക്കെ നമ്മൾ വളരെയധികം MLA വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഇതിനുവേണ്ടി സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ തന്നെ ജില്ലാ കളക്ടറെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറിയും തിരിഞ്ഞും വിളിച്ചതാൽ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം മേയറോട് സംസാരിച്ച് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കാരക്കാമുറിയിൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയാൻ തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് കേരള സർക്കാരിന്റെ പണം ഉപയോഗിച്ച് 10 മുതൽ 15 കോടി രൂപ തരാമെന്ന് ധനകാര്യമന്ത്രി എന്നോട് വ്യക്തിപരമായി സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട്. ഒരു പുതിയ ബസ് സ്റ്റേഷൻ ഇപ്പോ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വെച്ച് തരാമെന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിൽ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം KSRTC ജീവനക്കാർക്ക് വിശ്രമിക്കാനോ അവരുടെ ഓഫീസുകൾ നടത്താനോ സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കാനുള്ള സൗകര്യം പോലില്ല. വെറും ഒരു കൂര ചെയ്തു തരും. അതിൽ പ്രൈവറ്റ് ബസ് വരുമെന്നല്ല. പ്രൈവറ്റ് ബസ് ഒന്നും അതിനകത്ത് വരത്തില്ല. മെയിൻ റോഡ് വിട്ട് 1 സെക്കൻഡ് മാറി ഓടാൻ അവർ തയ്യാറല്ല. അവരെ മത്സര ഓട്ടം നടക്കുകയാണ്. അപ്പൊ പ്രൈവറ്റ് ബസ് വരും എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. പ്രൈവറ്റ് ബസ് വരില്ല. അത് ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം കോമൺ സെൻസ് തൊട്ട് ഏതൊരാളും മനസ്സിലാവും. ആര് പ്ലാൻ ചെയ്താലും ആര് ബലം പ്രയോഗിച്ചാലും അവിടെ ഒരു ബസ് സ്റ്റേഷൻ പണിഞ്ഞു വെച്ചാൽ അവിടെ വന്ന് പ്രൈവറ്റ് ബസ്സുകാരാണ്. ഇപ്പൊ കലൂർ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് വരും. അവിടെ നിന്ന് അവർ ഇവിടെ വന്ന് ആളിനെ എടുക്കും എന്ന് കാരക്കാമുറി വന്ന് ആളെ എടുക്കും എന്ന് ചിന്തിക്കുന്നത് നമ്മൾ മണ്ടത്തരമാണ്. തിരുവനന്തപുരത്ത് പറയും ഇതുപോലെ. തിരുവനന്തപുരത്ത് ടൗണിൽ കിടക്കുന്ന ബസ് സ്റ്റേഷൻ എടുത്ത് തമ്പാനൂർ കിടക്കുന്ന ബസ് സ്റ്റേഷൻ എടുത്ത് ഇഞ്ചൊക്കെ കൊണ്ടുപോയിക്കണം എന്ന് പറയും. അപ്പൊ ഇഞ്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതായത് MC റോഡിൽ കൂടെ വരുന്ന ഒരു ബസ് ഇഞ്ചൊക്കെ പോകണമെങ്കിൽ 28 കിലോമീറ്റർ കൂടുതൽ ഓടണം. ഇവിടെ കഴക്കൂട്ടം വഴി അങ്ങ് പോകണം. എന്നിട്ട് അവിടെ നിന്ന് സാധാരണക്കാരെ യാത്രക്കാർ ഇറങ്ങി വേറൊരു ബസ്സിൽ കയറി. ഇതെന്ത് അമേരിക്ക ബസ്സിൽ കയറിയിട്ട് പറയുന്നതായിട്ട് കറക്റ്റ് സമയത്ത് വരും. ആ ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് അപ്പൊ ട്രെയിനിൽ ഇറങ്ങുന്നില്ല നല്ലത്. ഈ ബസ് KSRTCയുടെ സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകും. അതൊരു സ്ഥലമെടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ബസ് സ്റ്റേഷൻ വരികയും ഇപ്പൊ ഹൈവേ കൂടെ വരുന്ന വണ്ടികൾ അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഓക്കെ. MC റോഡിൽ വരുന്ന വണ്ടികൾ ഈ ഇഞ്ചക്കൽ എത്തണമെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്റർ കൂടുതൽ ഓടി വേറെ ആൾക്കാർക്ക് ഒരു പണിയില്ല. ഇതിനകത്തിരുന്ന് അങ്ങ് ഇഞ്ചക്ക വരെ പോകാൻ വേണ്ടി സിറ്റി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ ഭാഗമാണ്. അവിടെ പ്രൈവറ്റ് ബസ് വരില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം.